തിരുവനന്തപുരം നഗരവാസികളും നഗര പ്രാന്തത്തിൽ താമസിക്കുന്നവരുമൊക്കെ അയ്യയ്യോ പണി പറ്റിപ്പോയി എന്ന വിലാപത്തിലാണിപ്പോൾ. നഗരത്തിൻ്റെ ഭരണം BJPയെ ഏൽപ്പിച്ച ഒരു വിഭാഗം ആളുകൾ കരുതി നഗരം ഇപ്പോൾ സ്വർഗമാകും. മോദിജിയുടെ ഗ്യാരണ്ടികൾ എല്ലാം ഇപ്പോൾ നടപ്പിലായി തുടങ്ങി. നെട്ടയത്ത് മലമുകളിൽ മോദിജിയുടെ വർഗീയ ഗ്യാരണ്ടി നടന്നു തുടങ്ങി. ഇടപ്പഴിഞ്ഞിയിൽ നടന്നു തുടങ്ങി. അമ്പലങ്ങളിൽ RSS ഗുണ്ടകളെ ഒളിപ്പിച്ച് നിർത്തുന്ന അവസ്ഥ, ഇതുപോലൊരു നാറിയ ദുരവസ്ഥ തലസ്ഥാനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല. ഇനി നെട്ടയത്ത് മലമുകളിൽ നടന്നത് എന്താണ്? രണ്ടു പേർ തമ്മിലുള്ള അതിർത്തി തർക്കം. അതിർത്തിയിലേക്ക് ഒരു മരത്തിന്റെ ചില്ല ചാഞ്ഞു നിൽക്കുന്നതാണ് ഈ പ്രശ്നത്തിന് ആധാരം. അപ്പോൾ BJPക്കാരൻ എന്ത് ചെയ്തു? അവനൊരു കള്ള കേസ് കൊടുത്തു. അവന്റെ ഭാര്യയെ എതിർചേരിയുള്ള CPMകാരൻ മുണ്ടുപോക്കി കാണിച്ചെന്നും അവന്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞുവെന്നും ഒരു കള്ളക്കേസിൽ കൊടുത്തതാണെങ്കിലും പോലീസിന് അന്വേഷിക്കണമല്ലോ. പോലീസ് CPMകാരനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. എന്നിട്ട് BJPക്കാരനെ വിളിച്ചു. നിന്റെ ഭാര്യയെ ഇയാൾ മുണ്ടുപൊക്കി കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ, ഭാര്യയും കൂട്ടി വരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ വന്നില്ല. ഇയാളെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു വിടുമ്പോൾ തിരിച്ചു പോകുമ്പോൾ തടഞ്ഞു വെച്ച് മർദ്ദിച്ചു. ഇതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. ഈ BJPക്കാരൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഭീഷണിപ്പെടുത്തിയ ശേഷം അയാൾ അപ്പുറത്തെ വീട്ടുകാരൻ ഒരു പുളിമരം മുഴുവൻ മുറിച്ചു മാറ്റി. ഇത് പറയുന്നത് ഞാൻ അവിടെ ഉള്ള മുതിർന്ന ആളുകളുമായും ആ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ച് വിഷയം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇത് മനഃപൂർവ്വം അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ BJP ആസൂത്രണം ചെയ്ത സംഭവമായിരുന്നു. പക്ഷേ ഇത് കേരളമായതുകൊണ്ട് ചീറ്റിപ്പോയി. കേരളമായതുകൊണ്ട് മാത്രം വർഗീയ അജണ്ട നടപ്പിലാക്കാൻ പറ്റാതെ പോയി. എന്നിട്ട് പ്രതികളെ ഇവന്മാർ ഒളിപ്പിച്ചതെവിടെയാണ്? ഈ ഗുണ്ടകൾ, RSS ഗുണ്ടകളെ ഒളിപ്പിച്ചതെവിടെയാണ്? അമ്പലത്തിനകത്ത്. ആലോചിച്ച് നോക്കുക. അമ്പലത്തിനകത്ത് ഗുണ്ടകളെയും ക്രിമിനലുകളെയും കൊണ്ട് ഒളിപ്പിക്കേണ്ട സ്ഥലമാണോ? അത് പരിപാവനമായി സൂക്ഷിക്കേണ്ട സ്ഥലമല്ലേ? വിശുദ്ധിയുടെ സ്ഥലമല്ലേ അമ്പലങ്ങൾ? ONVയുടെ ഒരു കവിതയുണ്ട്. ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ, ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. അതാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളുടെ അമ്പലങ്ങളും ഞങ്ങളുടെ സർവസ്വവുമായ എല്ലാത്തിനെയും ഇവർ അപഹരിച്ചു. ഇവർ അത് ഹൈജാക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ, ഞങ്ങളാണ് ഇതിൻ്റെ സംരക്ഷകർ, ഞങ്ങളാണ് സാംസ്കാരിക സമ്പന്നർ, ഞങ്ങളാണ് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവർ എന്ന വ്യാജേന ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി മാറുകയായിരുന്നു നെട്ടയത്തെയും മലമുകളിലെയും RSS BJP ഗുണ്ടകൾ എന്ന് പകൽ പോലെ സത്യമാണ്. അതുകൊണ്ടാണ് അവിടെ മാധ്യമപ്രവർത്തകർ പോയി നിഷ്പക്ഷമായി വാർത്ത തയ്യാറാക്കാൻ ഇരുന്നപ്പോൾ അവരെ സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ, പെണ്ണെന്ന പരിഗണന പോലും കൊടുക്കാതെ അവരെ അടിക്കാനും ഇടിക്കാനുമൊക്കെ RSS ഗുണ്ടകൾ വനിതകളെ മറയാക്കി ഇറങ്ങിത്തിരിച്ചത്. നെട്ടയത്ത് നടന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യച്യുതി എന്നതിനപ്പുറം അതിന് മുകളിൽ നിൽക്കുന്ന വർഗീയ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കാനുള്ള BJPയുടെ ശ്രമം മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ്. അതിനെ പോലീസ് നിയമപരമായി നേരിട്ടത് വളരെ ശക്തവും യുക്തവുമായിരുന്നു. അപ്പോഴാണ് പോലീസിനെ എറിഞ്ഞ് ഓടിച്ച് ഇത് പിണറായിയുടെ പോലീസാണെന്ന് മുദ്രാവാക്യം വിളിച്ചാൽ പോലീസ് നിർവീര്യമാവുകയില്ല. ഇത്തരം വർഗീയ സംഘർഷങ്ങളും വർഗീയ അജണ്ടകളും നേരത്തെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ സംസ്ഥാന പോലീസിനുണ്ട്. ഇവിടെ RSSന്റെ അജണ്ട എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. വളരെ നിസ്സാരമായ ഒരു കാര്യത്തെ പറഞ്ഞാൽ, ഒരു മതിലിനപ്പുറമുള്ള വ്യക്തികൾ പറഞ്ഞാൽ മരം വരെ മുറിച്ചു മാറ്റിയ ഒരു വ്യക്തിയെ, അയാളുടെ മരത്തിൻ്റെ ഒരു ചില്ല ഇപ്പുറത്തെ വീട്ടിൽ, ഇവനൊരു കൊട്ടാരം പോലത്തെ വീടാണ്, വലിയ ആഡംബരമാണ്, റംബൂട്ടാനൊക്കെ ഉള്ള വലിയ വീടാണ്, വലിയ ആഡംബര പ്രിയനാണ് ഈ RSSകാരൻ. അവൻ്റെ വീട്ടിലോട്ടൊരു ചില്ല വീണ് കിടന്നാൽ അത് മുറിച്ചു മാറ്റി കൊടുക്കാൻ തയ്യാറാണവർ. അപ്പോഴാണ് കള്ളക്കേസ്. ഭാര്യയെ മുണ്ടുപൊക്കി കാണിച്ചു. സ്വന്തം ഭാര്യയെ വരെ ഈ രാഷ്ട്രീയ വൃത്തികേടിന് മറയാക്കുന്ന RSSന്റെ നശിച്ച രാഷ്ട്രീയത്തിനാണ് തിരുവനന്തപുരം നഗരവാസികൾ വോട്ട് ചെയ്തത് എന്ന വസ്തുത ഇപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം സംസ്ഥാനത്തെങ്ങും വർഗീയ സംഘർഷമില്ലാതെ പിണറായി വിജയനും ഇടതുമുന്നണി സർക്കാരും ഭരിച്ചുവെങ്കിൽ ഇനി നിർഭാഗ്യവശാൽ UDF എങ്ങാനും അധികാരത്തിലെത്തുകയും ഈ നിയമത്തെ 56 ഇഞ്ചനോ ഏതെങ്കിലും പോങ്ങന്മാർ, RSSന്റെ പോങ്ങന്മാർ ജയിച്ച് വരികയോ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് വട്ടിയൂർക്കാവിൽ നെട്ടയത്ത് മലമുകളിൽ നിങ്ങൾ കണ്ടത്.
ഇത് പറയുന്നത് കൊണ്ട് താഴെ വന്ന് പോയി ജോലി ചെയ്ത് തിന്നടാ എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കമൻ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. നീയൊക്കെ തലയ്ക്കകത്ത് ചാണകം വെച്ച് സമൂഹത്തെ രണ്ടായും മറ്റ് മതവിഭാഗങ്ങളിലും വർഗവിഭാഗങ്ങളിലും പെട്ട ആളുകൾ അധസ്ഥിതരായി മുദ്ര കുത്താനുമുള്ള നിന്റെയൊക്കെ ചാണക സംഘി മനസ്സിനെ എതിർക്കാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളം എതിർക്കുക എന്നാണ് ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആർജവം എന്ന് പറയുന്നത്. ജനാധിപത്യ വിശ്വാസികൾ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടുമുണ്ട്. ആ ജനാധിപത്യ വിശ്വാസികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്റെയൊക്കെ വർഗീയ അജണ്ട ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. വട്ടിയൂർക്കാവിൽ നിങ്ങൾ കൊളുത്തിവിട്ട സംഭവം കേരളം മുഴുവൻ ആളിപ്പടരുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. പക്ഷെ അതിനെ തടയാൻ പോലീസിനായി, അതുപോലെ തന്നെ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുമായി. ഏതായാലും തിരുവനന്തപുരം നിവാസികളൊന്ന് കരുതിയിരിക്കുക. യുവമാരെ എവിടെയും ഇതുപോലുള്ള വിഷം കലക്കി ആളെ കൂട്ടാൻ ശ്രമിക്കും. യുവമാരെ കരുതിയിരിക്കുക. ഇവനൊക്കെ ഇനി പാലും തേനും അമൃതും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. ഇവർ അങ്ങനെ വിഷപ്പാമ്പുകളെയാണ്, നിങ്ങൾ ഊട്ടുന്നത് വിഷപ്പാമ്പുകളെയാണെന്നുള്ള ധാരണയും നിങ്ങൾക്ക് വേണം. ഇവർ കൊത്തുന്ന വിഷസർപ്പങ്ങളാണ് എന്ന കാര്യം വസ്തുത മറന്നു പോകരുത്.